ഹലോ, ഞാൻ ലിബിൻലി. അപ്പൊ ഞാൻ ഇന്നിപ്പോ, അതായത് ഇന്ന് ഞായറാഴ്ച, ഞാൻ ജോലിക്ക് പോയിട്ട് വന്നതായിരുന്നു. അത് കാരണം കാലത്ത് ഇറങ്ങിയൊരു സംഭവമാണ് ആട് 3യുടെ ട്രെയിലർ. അത് ഏകദേശം 3 മിനിറ്റോളം ഉള്ള ട്രെയിലർ ഇറക്കണമെന്ന് ഇന്നലെ ഞാൻ കണ്ടായിരുന്നു. പക്ഷെ അതെനിക്ക് കാണാൻ പറ്റിയില്ല എന്നല്ല, തിരക്കായിരുന്നു. പിന്നെ ഞാൻ ഇപ്പൊ ഒന്ന് ഡൗൺലോഡ് ചെയ്ത് വെച്ചു. കാരണം ആദ്യമായിട്ട് ഒരു ട്രെയിലർ റിയാക്ഷനും കൂടി ചെയ്യാന്ന് വിചാരിച്ച് ഞാനത് ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാൻ എന്തായാലും കണ്ടു നോക്കട്ടെ. കാരണം ഒരുമിച്ചിരുന്ന് കാണാം. അങ്ങനെയാ പറയുന്നത്. നോട്ടെ, പടം നോക്കാം. ഫ്രൈഡേ ഫിലിം ഹൗസ്. ആ, ആകാശത്തിനും അപ്പുറത്ത് അയ്യേ, ഏതോ ഒരു ലോകത്ത് നിന്നാ ഇത് വന്നിട്ടുള്ളത്. ഇതെന്തത്? അങ്ങനെയാ കാർന്നവന്മാര് ഞങ്ങളോട് പറഞ്ഞു തന്നിട്ടുള്ളത്. ഏ ഹൈ, ഇതിപ്പോ ഒരു പുരാതന കഥ പോലെ പോയില്ലത്. അയ്യേ, ഇങ്ങനെ ആയിരിക്കോ പടം? പടം മൊത്തം ഇങ്ങനെ ആയിരിക്കോ? നോട്ടെ. എന്തോ അജ്ഞാതമായ ശക്തി ഇതിനുണ്ടത്രേ. ഏ, ബ്രിട്ടീഷുകാര്. ഇതിപ്പോ പണ്ടത്തെ ഒരു കാലത്തെ ഒരു യുദ്ധവും കാര്യങ്ങളൊക്കെ ആയിട്ട് വരും. അയ്യേ, ഇങ്ങനെയാണ് നാടെന്ന് പറഞ്ഞ ഷാജി പാപ്പൻ കൂട്ടുകാര് അവരൊക്കെ കൂടി വെച്ചേക്കണ ഒരു ഗ്യാങ് സെറ്റ് ഉണ്ട്. അതാണ് കാണേണ്ടത്. അല്ലാണ്ട് ഈ അതായത് നമ്മളൊക്കെ ജനിക്കുന്ന കാലം മുമ്പുള്ള കഥ കണ്ടിട്ട് എന്ത് കാര്യത്തിന്? അയ്യേ, ഇത് മോശ. എന്തായാലും നോക്കാം. ഇതന്വേഷിച്ച് പല ദുഷ്ടശക്തികളും പല കാലങ്ങളിലും വരും. ഇതിനു വേണ്ടി യുദ്ധങ്ങൾ വരെ നടക്കും. അശ്ശേ, ഇതിപ്പോ ശരിക്കും പറഞ്ഞ എന്തുട്ടത് രസമില്ല. ആ നാട്ടുമ്പുറം അതൊക്കെ അങ്ങനത്തെ കഥ വേണം. അല്ലാണ്ട് ഈ പണ്ടത്തെ കാലത്ത് ഇത് നാടകം പോലെ. അതാണ് കുറെ പോസ്റ്റേഴ്സും കാര്യങ്ങളൊക്കെ ഇറങ്ങിയത്. അപ്പൊ ഇതാണ് സംഭവം. കുറെ പോസ്റ്റേഴ്സ്, അത് പോസ്റ്റേഴ്സ് കണ്ടപ്പോഴേ ഞാൻ പറഞ്ഞു ഇതേപോലെയാണ് പടം ഇറങ്ങണമെങ്കിൽ പടം എന്തായാലും പൊട്ടും. നോക്കട്ടെ, ഇതൊരു സുഖമില്ല. Mark my words, this bridge is going to change our fortunes. ഇതാരെ സണ്ണിവെയിനാണോ? ഈ പുഴയ്ക്ക് കുറുകിലൂടെ നാഗത്താം പാലത്തിന്റെ പണി നടക്കും. അത് സണ്ണിവെയിന്റെ സൗണ്ട് പോലെ ഉണ്ടായില്ലേ? സണ്ണിവെയിനല്ലേ ഇത്? ഈ പുഴയ്ക്ക് ഇതല്ല കുറച്ചുകൂടി ബാക്കോട്ട് പോകണം. ഈ നിൽക്കുന്ന സണ്ണിവെയിനല്ലേ? സണ്ണിവെയിനും മറ്റേ അവന്റെ പേര് ഞാൻ പറഞ്ഞില്ല, ആ പ്രൊഡ്യൂസർ. പേര് ഞാൻ പറഞ്ഞു, പേര് പിന്നെ ഓർമ്മ വരും. Words, this bridge is going to change our fortunes. അതെ അതെ അതെ, മറ്റേ സണ്ണിവെയിൻ മറ്റേ എന്തോ അന്യഭാഷ എന്തോ എന്താണ്ട് പറയല്ലേ, അത് ആ ഭാഷയെന്ന് തോന്നുന്നു. ഈ സണ്ണിവെയിനൊക്കെ ഇങ്ങനെ രാജാക്കന്മാരത്. ജയസൂര്യ രാജാവ്. പക്ഷേ ഇത് മറ്റവനല്ലേ, ആ പൊക്കം കുറഞ്ഞുള്ളൂ. മറ്റേ പെരുമ്പാവൂർ അവിടെ കണ്ട് വീടുള്ളത് അവൻ തന്നെ. ഈ പുഴയ്ക്ക് കുറുകിലൂടെ നാഗത്താം പാലത്തിന്റെ പണി നടക്കുക. നമുക്ക് ഓരോരുത്തരെയായി ഈ മുക്കാലിയിൽ ഇതെന്തിട്ട് ബാഹുബലി പിടിക്കാൻ പോണം. മലയാളത്തിലെ ബാഹുബലിയാണ് ഈ കാലം. കയറി നിന്ന് അമ്പ ഇത് കൊല്ലാം. അതിലും കോമഡി കൊണ്ടുവന്നിട്ടാ. കോമഡി വിജയ് ബാബു ആൻഡ് വേണു കുന്നുപുള്ളി. അതെന്ത് രണ്ടുപേര്? വിജയ് ബാബുവിന് തന്നിക്ക് താങ്ങാൻ പറ്റിയില്ലാവോ ഈ പടത്തിന്റെ മറ്റേ പൈസയും കാര്യങ്ങളും? വിജയ് ബാബുവിന് തന്നിക്ക് പറ്റിയില്ലേ? അതാണ് വേണു കുന്നുപള്ളിനെ കൊണ്ടുപിടിച്ചത്. ഇതില് കോമഡി കൊണ്ടുവരുന്നുണ്ട് കേട്ടോ. കാരണം ഇത് തന്നെ, അത്രയും സീരിയസ് ആയിട്ട് ഒരു നാടകം നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ആ വാളെടുത്ത് വീശി വഴി വാളല്ല, ഉറുമി. ആ ഉറുമി വീശി വഴി തലയിൽ വീണ ഒരു സൗണ്ട് ഒക്കെ വന്നിട്ടുണ്ടാ. മിക്കവാറും എനിക്ക് തോന്നുന്നത് സ്വപ്നം കാണാൻ തയ്ക്കുന്ന ജയസൂര്യ ഇങ്ങനെ ഒരു ദിവസം രാത്രി കടന്നുറങ്ങിയപ്പോ ഒരു സ്വപ്നം കാണുന്നതാണ് ഈ സംഭവം എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. മിക്കവാറും അങ്ങനെ തന്നെ ആവാനാ വഴി. സ്വപ്നം കാണാൻ തയ്ക്കും. കാരണം സ്വപ്നത്തിൽ പിന്നെ എന്ത് വേണമെങ്കിലും ചെയ്യാലോ. എനിക്ക് അങ്ങനെ തോന്നുന്നുണ്ട്. എന്തായാലും കണ്ടോ. മതിയോ? അത് മതി. അതെ, നെൽസൺ. അതാരാ? വിനായകൻ. നെൽസനും വിനായകനും. അതെ, ഇതപ്പോ സ്വപ്നം കാണുന്നതാണ് ഇവരൊക്കെ. ഇതാ അങ്ങനെ ആയിരിക്കുള്ളൂ. കാരണം ഈ പഴയ ആൾക്കാര് ധർമ്മജൻ, സച്ചിൻ, ധർമ്മജൻ. കമ്മട്ടം. അതിപ്പോ ആടിക്കൂലേ കമ്മട്ടം.
ആട് ടൂവിന്റെ തുടക്കം. ആട് ടു കമ്മട്ട മുന്നുണ്ട്, വിജയബാബു പോലീസ്. എനിക്ക് ഇത് കാണുമ്പോഴാണ് ഒരുമാതിരി ഈ ഓഞ്ഞ നാടക സെറ്റപ്പ്. പാലം പൊളിച്ചിട്ടാണോ നീ കാശുകാരനാകുന്നത്? ആളുകൾ വിളിക്കും ആശ ഇന്ദ്ര പേര് ഞാൻ മറന്നുപോയി. നാടകം ഇത് ഇടക്കിടക്ക് നാടകത്തിന്റെ ഇത്. അതിപ്പോ എന്തോ ഈ ട്രെയിലറിന്റെ എന്തെങ്കിലും കട്ടില് മാത്രം വന്ന ഉൾപ്പെടുത്തിയതാണോ അറിയാൻ പാടില്ല. സണ്ണിവെയിൻ സാത്തൻ ഫ്ലേവർ. ഇനിയാണ് നമ്മുടെ പ്ലാൻ തുടങ്ങുന്നത്. മ്യൂസിക് വയലൻസ് വേണ്ടെന്ന് 100 തവണ. അല്ല, ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചാ? അയ്യേ, ഒരു കാര്യം ശ്രദ്ധിച്ചാ? അത് വരുമെന്ന് നോക്കട്ടെ. നമ്മുടെ പ്ലാൻ ഒരു കാര്യം നോക്കുന്നു. ഇത് പയ്യന്മാരുടെ ഇത് ഷാജിബാബന്റെ കൂടെയുള്ള ആ പയ്യന്മാര്. ഇത് ഭഗത് ഭാനുവില്. പിന്നെ ആരാ? അല്ല, അതെന്തോ ഓർക്കുന്നത്. ഭഗത് ഭാനുവില് ഫുക്രു. അയ്യേ, ഈ വേട്ടവളിനൊക്കെ എന്തിനാ? ഇത് മറ്റേ ഇതിന്റെ പേരൊന്നും എനിക്കറിയില്ല. അയ്യേ, ഫുക്രു നശിപ്പിച്ചു കഥ. ആ പടത്തിന്റെ ഇത് നശിപ്പിച്ചു. മറ്റവൻ അത് ഇന്നാള് പറഞ്ഞിരുന്നു. മറ്റവനെങ്ങാണ്ട് ദുബായിൽ എന്തോ പരിപാടിയാണ്. ഈ പരിപാടിക്കൊക്കെ ഉള്ള വരണ്ടേ? എന്നാലും ഇത് സുഖമാകും എനിക്ക് തോന്നല്ല. ഫുക്രുവിനൊക്കെ പിടിച്ച് അതിന് കേട്ടാ 100 തവണ ഞാൻ പറഞ്ഞു. അതേ സ്വാതന്ത്ര്യ ഫൈവറിന്റെ പറ്റുമ്പോ. പക്ഷെ ഈ ബ്രിട്ടീഷുകാരനൊക്കെ എന്തിനാ ഇവിടെ? ബ്രിട്ടീഷുകാരനൊക്കെ എന്തിനാ ഇവിടെ? ഏത് ഈ വയ്യാത്ത നടുവും വെച്ചോണ്ട. തനിക്ക് പോരാടാനുള്ള സമയം സമാഗതമാകും. അറക്കിലബുവിന്റെ വേഷം കൃത്യം അങ്ങനെ തന്നെ. അപ്പൊ അത് ആട് 1-ലായാലും 2-ലായാലും 3-ലായാലും അറക്കിലബുവിന്റെ വേഷം കൃത്യം. അത് പറ്റുപോയി അറക്കിലബു. എന്താണോ വരുന്നത്? ഒട്ടി നിൽക്കാതെ 2 അടി മാറി നിന്ന് കൗണ്ട് അവൻ കേൾക്കണം. അല്ല, ചെമ്പമിനോദിനെ ഈ പടത്തിൽ ഉൾപ്പെടുത്തിയില്ല. നോബിയുടെ ഒക്കെ അവസ്ഥ നോക്കിയ മീശ. മീശ നോക്കി. നാടകത്തിലെ മീശ. ഇതിപ്പോ സ്ഥിരം നമ്മള് ട്യൂൺ. ഈ കുതിരപ്പുറത്ത് വരുമ്പോൾ ഈ ട്യൂൺ ഉണ്ടാ. കൊള്ളാം. ഇത് കൊള്ളാം. ഈ കഥ ഇതുവരെ കഴിഞ്ഞില്ലേ? മറ്റേ ഏതാ വിനായകനും മറ്റേ സോമനായിട്ടുള്ളത്. അത് ഇതുവരെ കഴിഞ്ഞ് കിട്ടിയില്ലേ? എല്ലാ പടത്തിലും കണ്ടില്ല. ഇപ്പൊ ആട് 2-ല് ഇതേപോലെ സെയിം ഡയലോഗ്. സോമ എന്ന് പറഞ്ഞ് സെയിം ഡയലോഗ് ഇല്ലേ? ഇത് മറ്റേ സ്വാമി മറ്റേ അയ്യപ്പൻ എന്തോ ഉണ്ണിമൂന്നേന്റെ ഒരു പടത്തിലുള്ള എന്തായാലും കൊറേ പേരുണ്ടല്ലോ. അപ്പൊ അപ്പൊ മുതലാളി ഇപ്പൊ മാറി. വിനായകന്റെ മുതലാളി മാറി. ആദ്യ 2-ല് വിനായകന്റെ മുതലാളി വേറെ എടുക്കുന്നതല്ലേ, അത് മാറി. ഇത് എന്നിട്ട് ഈ ആൾക്കാരെ കണ്ടിട്ട് വീഡിയോ ഗെയിമിലെ ആൾക്കാർ വരുന്ന പോലെ അല്ല, ഈ ഗെയിമിലൊക്കെ ആൾക്കാർ വരുന്നില്ല. അതേപോലെയല്ല തോന്നുന്നത്. അറക്കിലബു. അതെ, സർവത്ത് സമീറിന്റെ സ്ഥിരം കലാപരിപാടി. ഞാനൊന്ന് ചോദിക്കട്ടെ, ഈ മറ്റേ ആടിലൊക്കെ കണ്ടിട്ടില്ല സർവത്ത് സമീർ ഈ നാരങ്ങ അവന്റെ മുകളിൽ തല്ലിപ്പൊളിച്ചിട്ട് കുടിക്കുന്നത്? ആ ആളുടെ മൂക്കിന്റെ വയർപ്പും കാര്യങ്ങളൊക്കെ ആ നാരങ്ങ നീരിലുണ്ടാവില്ലേ? അതൊക്കെ എങ്ങനെ കുടിക്കാൻ തോന്നും? ഇത് ഞാൻ വെറുതെ കാഷ്വലായിട്ട് പറഞ്ഞ, ഇതും ഈ സിനിമയിലേതായിട്ടും ബന്ധമൊന്നുമില്ല. അത് വേറെ കാര്യം. അത് ഞാൻ വെറുതെ എന്ന് പറഞ്ഞ. എന്തായാലും കണ്ട.
ഇത് കണ്ടപ്പോ മറ്റേ ആട് വണ്ണില് മറ്റേ ടാങ്കിന്റെ ഉള്ളിൽ നിന്ന് വന്നില്ലേ ഇന്ദ്രൻസ്, അതുപോലെ ചെറിയൊരു ഓർമ്മ വന്നു. ആട് വണ്ണില് മറ്റേ റോഡിന്റെ ഉള്ളിൽ നിന്ന്, റോഡല്ല മറ്റേ ടാങ്കിന്റെ ഉള്ളിൽ നിന്ന് വന്നില്ലേ, അതേപോലെ എനിക്ക് തോന്നി. എൻ്റെ ബാക്കിൽ ബാങ്കോക്കും മുന്നിൽ മയാമിയുമാണ്. കം ടു ഡാഡി. ഡ്രസ്സിലൊക്കെ മാറ്റമുണ്ടല്ലോ, മുണ്ടില് മാറ്റമുണ്ടോ? മുണ്ട് ഞാൻ ശ്രദ്ധിച്ചില്ല. അവിടെ ഡ്രസ്സില് മാറ്റമുണ്ട്, മറ്റേ ജുബയില് മാറ്റമുണ്ട്. ഡ്രസ്സിലും മാറ്റമുണ്ട്. കാരണം മറ്റേ ആട് 2-ലൊക്കെ മറ്റേ പുറത്ത് ഫുള്ളും റെഡും അകത്ത് ബ്ലാക്കും അല്ലേ, ഇതില് മുണ്ടില് മാറ്റമുണ്ട്. മുണ്ട് മാറ്റമുണ്ട്, ഷർട്ട് മാറ്റമുണ്ട്, ആ ജുബ് മാറ്റമുണ്ട്. അപ്പൊ മൊത്തത്തില് മാറ്റമുണ്ട്. മറ്റേ ആട് 2-ല് മറ്റേ ജയസൂര്യയുടെ ഭാര്യ സരിക്കോ അങ്ങനെ കണ്ട പോയി, ആ പുള്ളിക്കാരത്തി അല്ല ഡിസൈൻ ചെയ്തത്. ഇതും പുള്ളിക്കാരത്തിന്റെ ഡിസൈൻ തന്നെ ആയിരിക്കും. എന്തായാലും മാറ്റമുണ്ട് എല്ലാത്തിനും. ആട് 3 വൺ ലാസ്റ്റ് റൈഡ്. അത് പാർട്ട് 1. അപ്പൊ ഇത് 4 ഭാഗം ഉണ്ടല്ലേ? അപ്പൊ ഇത് 4 ഭാഗം ഉണ്ട്. ഇനി ഭാഗങ്ങൾ ഇറങ്ങുമെന്ന് തോന്നുന്നു. ആട് 2 പാർട്ട് 1, ആട് 3 പാർട്ട് 1. അപ്പൊ എന്തായാലും ആട് 4 കൂടി ഇറങ്ങാനുള്ള സാധ്യത ഉണ്ട്. അപ്പൊ 4 ഇറങ്ങട്ടപ്പ. അപ്പൊ ഇനിയിപ്പോ ഇത് കഴിയുമ്പോ 4 കൂടിയും പ്രതീക്ഷ വെക്കണമല്ലോ, കാത്തിരിക്കണമല്ലോ. എന്തായാലും പടം നിരാശപ്പെടുത്തില്ല. എന്തായാലും ട്രെയിലർ ഏകദേശം എനിക്ക് രസമായിട്ട് തോന്നിയിട്ടുണ്ട്. പക്ഷെ ആ ഫസ്റ്റ് കാണിച്ച നാടകം അത് എന്തിനായിരുന്നു പോലും ഒരു പിടുത്തം കിട്ടല്ല. അതൊന്നും ഒഴിവാക്കിയില്ല. ഇനിയിപ്പോ തിയേറ്ററിൽ കാണാം എന്തിട്ടൊക്കെ ചെയ്തു വെച്ചാണെന്ന് നമുക്ക് കണ്ടുനോക്കാം. അതേ പറയാൻ പറ്റുള്ളൂ. എന്തായാലും ട്രെയിലർ കുഴപ്പമില്ല. കോമഡി അത്യാവശ്യം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. കോമഡി കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് തോന്നുന്നുണ്ട്. എന്തായാലും പടം ഇറങ്ങട്ടെ. മാർച്ച് 19 കണ്ടല്ലോ. അടുത്ത ആഴ്ച അടുത്തതിന്റെ അടുത്ത ആഴ്ച. മാർച്ച് 19 അടുത്തതിന്റെ അടുത്ത ആഴ്ച. അപ്പൊ എന്തായാലും ഇത്രേ ഉള്ളൂ. അതായത് ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനൊരു ചെയ്യുന്നത്. ശരിയായോന്നൊന്നും അറിയാൻ പാടില്ല, ശരിയായില്ലെങ്കിൽ പറയാം, അത്രേ ഉള്ളൂ. ശരിയാണ്.